അമേരിക്കൻ സ്വപ്നങ്ങളുമായി നാടുവിട്ട് അവിടെ കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരെ, പ്രത്യേകിച്ച് പഞ്ചാബികളെയും സിഖുകാരെയും ആശങ്കയിലാഴ്ത്തുന്ന ഒരു സുപ്രധാന വാർത്തയാണ് യുഎസിൽ നിന്നും പുറത്തു വരുന്നത്. അമേരിക്കൻ നിരത്തുകളിൽ രാപ്പകൽ ഭേദമില്ലാതെ ട്രക്ക് ഓടിക്കുന്ന ആയിരക്കണക്കിന് ഇന്ത്യൻ ഡ്രൈവർമാരുടെ ജോലി നഷ്ടപ്പെടാൻ പോകുന്നു എന്ന വാർത്തയാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. നിയമവിരുദ്ധമായി അമേരിക്കയിൽ പ്രവേശിച്ച് ട്രക്ക് ഡ്രൈവർമാരായി ജോലി ചെയ്യുന്നവരെ പൂർണ്ണമായും പിരിച്ചുവിടാനും അവർക്കു പകരം അമേരിക്കൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ച മുൻ സൈനികരെ ആ സ്ഥാനങ്ങളിൽ നിയമിക്കാനുമാണ് ട്രംപ് ഭരണകൂടം ലക്ഷ്യം വെക്കുന്നത്. എന്താണ് ഈ തീരുമാനത്തിന് പിന്നിലെ കാരണം? എന്താണ് അമേരിക്കൻ കോൺഗ്രസിൽ അവതരിപ്പിക്കപ്പെട്ട ഡെലൈല നിയമം? ഇന്ത്യക്കാരായ ട്രക്ക് ഡ്രൈവർമാരുടെ ഭാവി ഇനി എന്താകും എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. അമേരിക്കയിലെ ലോജിസ്റ്റിക്സ് ട്രാൻസ്പോർട്ടേഷൻ മേഖലയുടെ നട്ടെൽ എന്ന് പറയുന്നത് അവിടുത്തെ ട്രക്ക് ഡ്രൈവർമാരാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരാണ്. അതിൽ തന്നെ ഇന്ത്യക്കാരുടെ എണ്ണം വളരെ വലുതാണ്. എന്നാൽ ഈ അടുത്ത് പെൻസിൽവാനിയയിൽ നടന്ന ഡിഫൻസ് ആൻഡ് ഇന്നോവേഷൻ സമ്മിറ്റിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഒരു പ്രസംഗം ഈ മേഖലയെ ഒന്നാകെ പിടിച്ചുകുലുക്കിയിരിക്കുകയാണ്. നിയമവിരുദ്ധമായി അമേരിക്കയിൽ കടന്നുകൂടിയ വിദേശികളായ ട്രക്ക് ഡ്രൈവർമാരെ രാജ്യത്തെ നിരത്തുകളിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കണമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനു പകരമായി അമേരിക്കൻ സൈന്യത്തിൽ വലിയ ട്രക്കുകൾ ഓടിച്ചു പരിചയമുള്ള മുൻ സൈനികർക്ക് നേരിട്ട് കൊമേഴ്ഷ്യൽ ഡ്രൈവിംഗ് ലൈസൻസ് നൽകാനും അവരെ ഈ തൊഴിൽ മേഖലയിലേക്ക് കൊണ്ടുവരാനുമാണ് സർക്കാരിന്റെ പദ്ധതി. ഈ വിദേശ ഡ്രൈവർമാരിൽ പലർക്കും ഇംഗ്ലീഷിലുള്ള റോഡ് സൈനുകൾ വായിക്കാൻ പോലും അറിയില്ല. പലരും മയക്കുമരുന്നിനോ മദ്യത്തിനോ അടിമകളായിക്കൊണ്ടാണ് വാഹനങ്ങൾ ഓടിക്കുന്നത്. അവർ പൂർണ്ണമായും നിയമവിരുദ്ധമായാണ് നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്നത്. നമുക്ക് അവരെ ആവശ്യമില്ല. അവരെ മാറ്റി ആ സ്ഥാനത്ത് അമേരിക്കയുടെ അഭിമാനമായ മുൻ സൈനികരെ നമ്മൾ നിയമിക്കും എന്നാണ് ട്രംപ് പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്തിടെ പെൻസിൽവാനിയയിൽ മൈക്കൽ പഹീര ജൂനിയർ എന്ന ഒരു സ്റ്റേറ്റ് പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു കുടിയേറ്റക്കാരൻ ഓടിച്ച വാണിജ്യ വാഹനം ഇടിച്ച് കൊല്ലപ്പെട്ട സംഭവം അമേരിക്കയിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു. ഇത്തരം അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ട്രംപ് ഭരണകൂടം ഇത്രയും കർശനമായ ഒരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി ഈ പുതിയ നയങ്ങൾ ഇന്ത്യക്കാരെ എങ്ങനെ ബാധിക്കാൻ പോകുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. അമേരിക്കയിലെ ട്രക്കിംഗ് വ്യവസായത്തിൽ ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് സിഖ് മതവിശ്വാസികളും പഞ്ചാബികളും വലിയൊരു പങ്കാണ് വഹിക്കുന്നത്. നോർത്ത് അമേരിക്കൻ പഞ്ചാബി ട്രക്ക് അസോസിയേഷന്റെ കണക്കുകൾ പ്രകാരം അമേരിക്കയിൽ നിലവിൽ ഏകദേശം 1.3 ലക്ഷം മുതൽ 1.5 ലക്ഷം വരെ ട്രക്ക് ഡ്രൈവർമാർ ഇന്ത്യയിലെ പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നുമുള്ളവരാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇന്ത്യൻ ഡ്രൈവർമാർ അമേരിക്കയിൽ വലിയ രീതിയിലുള്ള നിയമ നടപടികൾ നേരിടുന്നുണ്ട്. ചില വാഹനാപകടങ്ങളിൽ ഇന്ത്യൻ വംശജരായ ട്രക്ക് ഡ്രൈവർമാർ ഉൾപ്പെട്ടത് ഈ സമൂഹത്തിന് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് 2025 ഒക്ടോബറിൽ കാലിഫോർണിയയിലെ ജിഷൻ പ്രീത് സിംഗ് എന്ന ഇന്ത്യൻ ഡ്രൈവർ ഉണ്ടാക്കിയ അപകടത്തിൽ 3 പേർ മരിക്കുകയും 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് ബ്രേക്ക് പോലും പിടിക്കാതെയാണ് ഇയാൾ മറ്റു വാഹനങ്ങളിലേക്ക് ട്രക്ക് ഇടിച്ചു കയറ്റിയത്. അതുപോലെ ഒറിഗണിൽ രാജേന്ദർ കുമാർ എന്ന ഇന്ത്യക്കാരൻ ഉണ്ടാക്കിയ മറ്റൊരു അപകടത്തിൽ ഒരു നവദമ്പതികൾ കൊല്ലപ്പെട്ടിരുന്നു. ഈ വർഷം ഫെബ്രുവരിയിൽ ഇൻഡാനയിൽ വെച്ച് 2 ഇന്ത്യൻ ട്രക്ക് ഡ്രൈവർമാരെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ അവരുടെ വാഹനത്തിൽ നിന്നും കണ്ടെടുത്തത് ഏകദേശം $7 മില്യൺ വിലമതിക്കുന്ന കൊക്കൈൻ എന്ന മയക്കുമരുന്നാണ്. ഇത്തരം നിരന്തരമായ സംഭവങ്ങൾ കാരണം അമേരിക്കൻ അധികാരികൾ ഇന്ത്യൻ ഡ്രൈവർമാരെ സംശയദൃഷ്ടിയോടെയാണ് ഇപ്പോൾ നോക്കിക്കാണുന്നത്. US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ അടുത്തിടെ ആരംഭിച്ച ഓപ്പറേഷൻ ചെക്ക്മേറ്റ് എന്ന പരിശോധനയിലൂടെ അനധികൃതമായി ട്രക്ക് ഓടിക്കുന്ന ഒട്ടേറെ ഇന്ത്യക്കാരെ അറസ്റ്റ് ചെയ്ത് നാടുകടത്താൻ തുടങ്ങിയിട്ടുണ്ട്. എന്താണ് ഡെലൈല നിയമം എന്ന് നോക്കാം. അമേരിക്കയിലെ കുടിയേറ്റക്കാരായ ട്രക്ക് ഡ്രൈവർമാർക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന നിയമമാണിത്. 2026 തുടക്കത്തിൽ ഡൊണാൾഡ് ട്രംപ് തന്റെ സ്റ്റേറ്റ് ഓഫ് ദി യൂണിയൻ പ്രസംഗത്തിൽ ഈ നിയമത്തെക്കുറിച്ച് പ്രത്യേകം പരാമർശിച്ചിരുന്നു. കാലിഫോർണിയയിലെ പർതാപ് സിംഗ് എന്ന നിയമവിരുദ്ധ ഇന്ത്യൻ കുടിയേറ്റക്കാരൻ ഓടിച്ച ട്രക്ക് ഇടിച്ച് ഡലാല കോർപ്പസ് എന്ന 5 വയസ്സുകാരിക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും മസ്തിഷ്കത്തിന് ക്ഷതമേറ്റ് ജീവിതകാലം മുഴുവൻ സംസാരിക്കാനോ നടക്കാനോ കഴിയാത്ത അവസ്ഥയിലാകുകയും ചെയ്തിരുന്നു. ഈ ദാരുണമായ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇൻഡാനയിൽ നിന്നുള്ള സെനറ്റർ ജിം ബാങ്ക്സ് അമേരിക്കൻ സെനറ്റിൽ ഡെലൈല നിയമം അവതരിപ്പിച്ചത്. ഈ നിയമപ്രകാരം അമേരിക്കയിൽ ഒരു കൊമേഴ്ഷ്യൽ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കണമെങ്കിൽ മികച്ച ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം നിർബന്ധമാണ്. അമേരിക്കൻ പൗരന്മാർക്കും
നിയമാനുസൃതമായി ഗ്രീൻ കാർഡോ വർക്ക് വിസയോ ഉള്ളവർക്കും മാത്രമേ ഇനി മുതൽ ലൈസൻസ് ലഭിക്കുകയുള്ളൂ. നിയമവിരുദ്ധമായി അതിർത്തി കടന്നു വരുന്നവർക്ക് യാതൊരു കാരണവശാലും ലൈസൻസ് നൽകില്ല എന്ന നിലപാടാണ് ട്രംപ് ഭരണകൂടം സ്വീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല, നിലവിൽ ലൈസൻസ് ഉള്ള വിദേശികൾ 6 മാസത്തിനകം വീണ്ടും ടെസ്റ്റ് എഴുതി പാസ്സായി തങ്ങളുടെ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം, നിയമപരമായ കുടിയേറ്റ പദവിയും തെളിയിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അവരുടെ ലൈസൻസ് റദ്ദാക്കപ്പെടും. നിയമം പാസ്സാകുന്നതോടെ ഇംഗ്ലീഷ് വായിക്കാൻ ബുദ്ധിമുട്ടുള്ള ആയിരക്കണക്കിന് ഇന്ത്യൻ ഡ്രൈവർമാരുടെ തൊഴിൽ എന്നേക്കുമായി നഷ്ടപ്പെടും. ട്രംപിന്റെ പുതിയ നിലപാട് അമേരിക്കയിൽ ട്രക്ക് ഡ്രൈവർമാരായി ജോലി ചെയ്യുന്ന വലിയൊരു വിഭാഗം ഇന്ത്യക്കാർക്കിടയിൽ വലിയ അനിശ്ചിതത്വം സൃഷ്ടിച്ചിട്ടുണ്ട്. എങ്കിലും കൃത്യമായ രേഖകളും സാധുവായ ലൈസൻസുമുള്ള നിയമപരമായ ഡ്രൈവർമാരെക്കാൾ ഉപരി അനധികൃതമായി കടന്നുകൂടുകയും ലൈസൻസ് മാനദണ്ഡങ്ങൾ പാലിക്കാതിരിക്കുകയും ചെയ്യുന്നവരെയാണ് ഈ നിയമം പ്രധാനമായും ലക്ഷ്യമിടുന്നത്.